കരുണയുടെ അവസാന മണിക്കൂർ 20 പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരിയും. ഉടൻ തന്നെ മനുഷ്യകുലം സർവ്വസംഹാരിയായ വിനാശത്തെ നേരിടാനിരിക്കുന്നു. അതിൻ്റെ ആദ്യ അടയാളങ്ങൾ യുദ്ധം, അക്രമം, അരാജകത്വം എന്നിവയാണ്. തുടർന്ന് മഴ പെയ്യാത്തതിനാൽ ഉണ്ടാകുന്ന വരൾച്ചയും ക്ഷാമവും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കും. വരൾച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കാട്ടുതീയുണ്ടാകും. അതിനുശേഷം പ്രളയമുണ്ടാകും. വരൾച്ച, ക്ഷാമം, അഗ്നി, പ്രളയം ഇത് നാലും സ്വഭാവത്താൽ തന്നെ ഒരുമിച്ച് സംഭവിക്കുന്നു. ഭൂകമ്പത്തിനും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും ശേഷം ക്ഷാമം ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നല്ലോ. ഈ യുഗത്തിൻ്റെ അന്ത്യം അടുക്കും തോറും ഭൂകമ്പവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും വർദ്ധിക്കുക തന്നെ ചെയ്യും എന്ന സത്യം ഞാൻ നിന്നോട് പറയട്ടെ. തുടർന്ന് മഹാമാരികൾ പ്രത്യക്ഷപ്പെടും. പകർച്ചവ്യാധികളും മഹാമാരികളും ഇപ്പോൾ തന്നെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. അവ പൊതു ആരോഗ്യ സേവന സംവിധാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ വലിയ വെല്ലുവിളിയാണ്. ബൈബിൾ വ്യക്തമായി തന്നെ പറയുന്നു, മഹാമാരികളും പകർച്ചവ്യാധികളും പോലെയുള്ള ഭാവിയിലെ രോഗങ്ങളെല്ലാം പരത്തുന്നത് വന്യമൃഗങ്ങളായിരിക്കുമെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് വെളിപ്പാട് 6:8 വായിക്കുക. മനുഷ്യനെ ആത്മാവിലും ശരീരത്തിലും ശിക്ഷിക്കുന്ന ശിക്ഷകൾ കാണുമ്പോഴെല്ലാം ആ പുരാതന സർപ്പം സന്തോഷിക്കുകയാണ്. സ്വർഗീയ മഹത്വം സ്വയം നഷ്ടപ്പെടുത്തിയ അവൻ മറ്റാരും ദൈവത്തിൻ്റെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ എൻ്റെ ഉപദേശം ശ്രവിക്കുന്നു എന്ന് എപ്പോൾ അവൻ മനസ്സിലാക്കിയോ അപ്പോൾ തന്നെ അവൻ ദൈവത്തിനെതിരായ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. 21 വൻ ഭൂകമ്പങ്ങൾ. ഓർക്കുക, മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭൂമി പ്രകമ്പനം കൊള്ളും. മനുഷ്യവംശത്തിൻ്റെ പാപങ്ങളുടെ നേരിട്ടുള്ള പരിണിത ഫലമായി ഭൂമിയുടെ 1/3 ചൂടുകൊണ്ട് ഉരുകും. സത്യം അറിയുന്നവർ അനുതപിക്കുകയും ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും അവിടുത്തെ ആദരിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവിക നിയമങ്ങൾക്കെതിരെയുള്ള പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും. എന്നാൽ മനുഷ്യരാശി വിജാതീയതയെ ആശ്ലേഷിക്കുകയും പരസ്പരം കൊല്ലുകയും ചെയ്യുന്നതിനാൽ ശിക്ഷയുടെ ഒരു പരമ്പര തന്നെ അനുഭവിക്കാനിരിക്കുന്നു. ദേശത്ത് ശക്തമായ ഭൂകമ്പങ്ങൾ സംഭവിക്കും. അവ ഒന്നിനു പിറകെ ഒന്നായി ഉടൻ തന്നെ സംഭവിക്കും. രൂക്ഷമായ കാലാവസ്ഥ വ്യതിയാനങ്ങളും തണുപ്പിൽ നിന്ന് ചൂടിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റവും ഉടനെ തന്നെ സംഭവിക്കും. ഇനി അങ്ങോട്ട് ഋതുക്കൾ മുൻകാലങ്ങളിലായിരുന്നതുപോലെ ആയിരിക്കില്ല. വെള്ളപ്പൊക്കവും സമുദ്രത്തിലെ കൊടുങ്കാറ്റുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും കൂടുതലായി ഉണ്ടാകും. ദൈവത്തിനെതിരായ ദുഷ്ടനിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന രാജ്യങ്ങളെ ഭൂകമ്പങ്ങൾ പിടിച്ചു കുലുക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എന്നെ അറിയുന്നവർക്ക് മനസ്സിലാകും. ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭയാനകമായ ശിക്ഷ സത്യത്തെ ബോധപൂർവം തടയുന്ന വ്യാജസഭകളുടെ മേൽ പതിക്കും. എൻ്റെ അടുക്കൽ നിന്ന് കവർന്നെടുത്ത ആത്മാക്കളെ പ്രതി അബ്രാം ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരും. യുദ്ധം രൂക്ഷമാവുകയും അനേകം ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. വിവിധ ദേശങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടും. കൃഷികൾ നശിക്കും. നിങ്ങളിൽ അനേകർ നിങ്ങളുടെ ഭരണകൂടങ്ങളാൽ പീഡിപ്പിക്കപ്പെടും. ആദ്യത്തെ അടയാളം ഭൂമി കൂടുതൽ വേഗതയിൽ കറങ്ങാൻ തുടങ്ങുന്നതായിരിക്കും. രണ്ടാമത്തെ അടയാളം സൂര്യനെ സംബന്ധിച്ചുള്ളതാണ്. സാധാരണയിലും വലുതായി കാണപ്പെടുന്ന സൂര്യൻ കൂടുതൽ പ്രകാശമാനമായതായി അനുഭവപ്പെടുകയും കൂടുതൽ വേഗതയിൽ കറങ്ങുകയും ചെയ്യും. അപ്പോൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തെ മുഴുവൻ ഇളക്കിമറിക്കും. ഈ മാറ്റങ്ങളുടെ അർത്ഥം ഭൂമിയുടെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെടും എന്നതാണ്. 22 3 മഹാവിനാശങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ കാണുക, പിശാച് നിങ്ങളെ വെറുക്കുന്നു, എന്നിട്ട് നിങ്ങൾ അവനെ അനുഗമിക്കുന്നു. മറുവശത്ത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ വെറുക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം ഭൂമിയെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് തനിയെ പുനരുദ്ധരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൂമി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകം ചീഞ്ഞു കഴിഞ്ഞു. ലാഭേച്ഛ മറ്റെല്ലാറ്റിനെയും തകിടം മറിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാത്തത്? അത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ടും സ്വാർത്ഥ സ്നേഹം അഥവാ ഈഗോ കൊണ്ടും ലോകസുഖങ്ങളോടുള്ള താല്പര്യം കൊണ്ടുമാണ്. പിശാചിൻ്റെ ദൂതൻ നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വളർത്തിയെടുക്കുന്ന 3 മഹാവിനാശങ്ങളാണിവ. എൻ്റെ ഏറ്റവും വിശ്വസ്തരായ മക്കളെപ്പോലും ആക്രമിക്കുന്ന പ്രലോഭനങ്ങളാണവ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയെ ഉപേക്ഷിക്കാൻ ഒരുങ്ങാനും അന്തിമമായി എൻ്റെ രാജ്യം കണ്ടെത്താനും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ ആ ദൈവസ്നേഹം എത്രയധികമായി അന്വേഷിക്കുകയും സ്വീകരിക്കുകയും ചുറ്റുമുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവോ അത്രയധികമായി നിങ്ങൾ സ്വർഗത്തിൽ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും. അതേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ അനേകർ ഈ വരാനിരിക്കുന്ന സമയത്ത്
ഭൂമിയെ വിട്ടു പോകേണ്ടി വരും. എന്നാൽ അതിനെ ഒരിക്കലും ദൗർഭാഗ്യമായി കാണരുത്. പിന്നെയോ അതിനെ സന്തോഷത്തിൻ്റെ അവസരമായി കാണുക. നിങ്ങൾ ശരിക്കും അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മാവ് വരപ്രസാദാവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായും എൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയൊരു സന്തോഷത്തിൻ്റെ അവസരമായിരിക്കും. എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധ കത്തോലിക്കാ സഭ വളരെ വലിയ ആശയക്കുഴപ്പത്തിലും അനിശ്ചിതത്വത്തിലും അസ്വസ്ഥതയിലുമാണ്. അവൾ എന്നേക്കും നിലനിൽക്കുമെന്നത് സത്യം തന്നെ. എന്നാൽ അതിനിടയിൽ അവൾ അനേകം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. എന്തെന്നാൽ സഭ ദൈവികമാണ്. ദൈവം സ്ഥാപിച്ചതിനെ മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ലല്ലോ. എൻ്റെയോ ദൈവത്തിൻ്റെയോ നിയമങ്ങൾ മനുഷ്യൻ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ തന്നെ പൂർണ്ണമായി എന്നിൽ നിന്ന് അകറ്റുന്നു എന്നാണ്. കാരണം ദൈവം ഒരിക്കലും തൻ്റെ നിയമങ്ങൾ മാറ്റുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും സാത്താൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം നന്മയിൽ സ്ഥിരചിത്തനായിരിക്കുന്നത് പോലെ സാത്താൻ തിന്മ പ്രവർത്തിക്കുന്നതിലും സ്ഥിരചിത്തനാണ്. അലറുന്ന സിംഹത്തെപ്പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. നിങ്ങളെ അവൻ്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. സാത്താന് വാക്കുകൾ ആവശ്യമില്ല. എൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നത് പോലെ തന്നെ അവൻ്റെ നോട്ടവും നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറും. ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലെ സ്നേഹമാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ ജഡമോഹങ്ങളും. അവയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നെ നശിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിച്ചതിന് ശേഷം അവൻ എൻ്റെ സഭയെ ലക്ഷ്യം വയ്ക്കുന്നു. അവൻ അവൾക്ക് ഇരുണ്ട കാലങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയെ നശിപ്പിക്കുന്നതിൽ വിജയം വരിക്കാനാണ്. സാത്താൻ ഇപ്പോൾ ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസാക്ഷിയെയാണ്. സുഖത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അറിവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വയം ദൈവമാകാം എന്നുള്ള ദൈവദൂഷണപരമായ പ്രതീക്ഷയുടെയും പഴം അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകസുഖങ്ങൾ ഹേതുവായി നിങ്ങൾ കാമാസക്തിയാൽ ദഹിക്കുന്ന മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നു. വെറുപ്പുളവാക്കുന്ന വിധത്തിൽ, അരോചകമായ വിധത്തിൽ ഈ ലോകത്തെ തന്നെ ശിക്ഷാവിധിക്കടിപ്പെട്ട് ജഡത്തിൻ്റെ രോഗവും ആത്മാവിൻ്റെ മരണവും നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അറിവിനു വേണ്ടിയുള്ള അത്യാഗ്രഹം നിങ്ങളെ വഞ്ചകൻ്റെ കൈകളിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നു.